ഹലോ, എത്ര ആളെ വിളിച്ചു പോയി? നമസ്കാരം, പറയൂ. നിങ്ങൾ എത്ര കുറെ ആളെ വിളിച്ചു? ദിവസമായി എന്താ വിളിക്കണു. പറ്റി എനിക്ക് പോയി? ഫോണിൽ സംസാരിക്കാവുന്ന ഒരു പരുവത്തിലല്ല നിങ്ങൾ വിളി വരുന്നൊന്നും. ആണോ? പറയൂ. ഞാൻ ഈ മാർച്ച് ഈ മന്ത് എൻഡ് ആയിരുന്നില്ലേ, ആ ആ ആ, ഇനിയിപ്പോ അടുത്തത് ഈ മാസം മാർച്ചും വരുമ്പത്തേക്ക് നല്ല തിരക്കായിരിക്കും. ആ, ആ. ഉം. പറഞ്ഞോളൂ. ഇന്നിപ്പോ ഞായറാഴ്ച, ഞാൻ സാധാരണ ഞായറാഴ്ച അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇരിക്കാറില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇരുന്നതാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ സംസാരിക്കാം, അതല്ലെങ്കിൽ അല്ല, അടിമത്ത വിഷയമേ നിങ്ങളത് കൊടുത്തപ്പോഴേ ഉം. ഞാൻ പ്രിപ്പയർഡ് ആവാത്ത സമയത്താണ് ഞാൻ വിളിച്ചതും പറഞ്ഞതും കുഴപ്പമില്ല, വ്യക്തമായിട്ട് നിങ്ങൾ ഒന്ന് അടിമത്തത്തെ സെറ്റ് പറ്റിയും ആക്കിയിട്ട് വിളിച്ചോ. അതുണ്ടായ ഞാൻ അവിടെ സാഹചര്യത്തെ ഉണ്ട്. കുറിച്ചും അതുണ്ടായ സാഹചര്യത്തെ കുറിച്ചും അത് അങ്ങനെ ഉണ്ടായിരുന്നു, അത് അന്ന് ആവശ്യമാണെന്നും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ അല്ല, കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ആ കാലഘട്ടത്തിലല്ല, അതിന്റെ മുൻപ് മനുഷ്യർക്കിടയിൽ അടിമത്തം ഉണ്ട്. അത് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതിനൊന്നും നമുക്ക് തർക്കമില്ല. നമ്മളെ ചോദ്യം എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ കാര്യം തന്നെയാണല്ലോ. അല്ല, അത് അല്ലെങ്കിൽ ഇന്ന് എല്ലാ തെറ്റാ. കാലത്തും മനുഷ്യർക്ക് എല്ലാ കാലത്തും മനുഷ്യർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ല, അത് ഇന്ന് തെറ്റാ. പക്ഷെ അന്നെന്ന് പറഞ്ഞാല് അങ്ങനെ തെറ്റായ ഒരു കാര്യം ബാർട്ടർ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടാവോ? ഇതാണ് ചോദ്യം. ഇല്ല എന്നാണ് അല്ല, വിശ്വാസം. അത് ആ കാലഘട്ടത്തിൽ അടിമകളെ മോചിപ്പിച്ച അവര് പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതേസമയം അന്ന് ബാർട്ടർ സമ്പ്രദായം അതിന് അല്ല, പ്രധാന ഇത് കാരണമാണ്. നമ്മൾ പലതവണ സംസാരിച്ച വിഷയമാണ്. എന്താണ്? അതായത് ആ കാലത്ത് തെറ്റല്ല എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ കാലത്തും അത് ഇല്ല, തെറ്റാണ്. ശരിയാണ്. ആ കാരണം എന്ന് വെച്ചാൽ അന്ന് ബാർട്ടർ സമ്പ്രദായമാണ്. ബാർട്ടർ അതുകൊണ്ട് സംവിധാനം ഇതുമായിട്ട് അത് യാതൊരു ബന്ധവുമില്ല. ബാർട്ടർ സമ്പ്രദായത്തിന് ഏറ്റവും വലിയ 50% കാരണം അടിമത്തുണ്ടാകാൻ അല്ല, കാര്യം ബാർട്ടർ ബാർട്ടർ സമ്പ്രദായം സമ്പ്രദായം. അടിമത്തവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാന്ന്. ഇല്ല, ആ നേരിട്ടുള്ള ഇൻഡയറക്റ്റ് അതേ ഉള്ളൂ. 50% കാരണം അത് ബാർട്ടർ സമ്പ്രദായം. ഉം. ബാർട്ടർ സമ്പ്രദായം കാരണം ഒരാൾക്ക് ആവശ്യമുള്ള ഒരാൾ തേങ്ങയായിട്ട് അല്ല, പോവുകയാണ്. അതൊക്കെ നമുക്ക് അതും ഈ സ്ലേവറി ആയിട്ട് എന്താ ബന്ധം? ഇസ്ലാമിലെ സേവനത്തെ സ്ലേവറിയും ബാർട്ടർ ബന്ധമേ ഉള്ളൂ. സംവിധാനമായിട്ട് എന്താ ബന്ധം? ഒരാളുടെ കയ്യിൽ തേങ്ങയുണ്ട്, വേറൊരാൾക്ക് ചെന്ന് കൊടുക്കുമ്പോൾ അയാൾക്ക് തേങ്ങ വേണ്ട, ഉം. അയാൾ മാങ്ങ കൊണ്ടുപോയി എടുക്കാം. അതിപ്പോ നമ്മുടെ അങ്ങനെ അവർ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും പണിയെടുത്തിട്ട് ഇപ്പൊ ഒരു തെങ്ങിൽ കയറിയാല് ഒരു തെങ്ങ് കയറുന്നതിന് ഒരു തേങ്ങയോ രണ്ട് തേങ്ങയോ ഒക്കെ കൂലി കൊടുത്തിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് എന്താ എന്റെ അല്ല, ഉമ്മയൊക്കെ ഞാൻ പറയാം. എന്റെ ഉമ്മയൊക്കെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് നെല്ല് കുത്താനൊക്കെ പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ കൊയ്യാനോ മെതിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ അന്ന് അവര് നാരായത്തിന് അളന്നിട്ട് നെല്ലാണ് കൊടുക്കുക പണിക്ക് പോയി കഴിഞ്ഞാല്. അങ്ങനെ ആ നെല്ല് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അവര് പുഴുങ്ങി അത് ഉണക്കി അങ്ങനെയാണ് അരി പിന്നെ ഉണ്ടാക്കിയിട്ട് അവര് ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ പാടത്ത് പണിക്ക് പോയാല് അന്ന് തേങ്ങയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്താ സാധനം ഉള്ളെങ്കിൽ അത് കൊടുക്കും, കപ്പ കൊടുക്കും. അപ്പൊ അതൊരു കാലഘട്ടത്തിലാണ്. അതിനർത്ഥം അല്ല, എന്റെ അന്ന് ഉമ്മയും പൈസ എന്റെ വീട്ടുകാരും തീരെയില്ല. അടിമകളായിരുന്നു എന്നല്ലല്ലോ. അല്ല, ലിയാഖത്ത് ഭായി, അന്ന് പൈസ ഉണ്ട്. പക്ഷെ പൈസ കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കും, ഞാൻ പൈസയും കൊടുക്കും. പറഞ്ഞത് ബാറ്റർ സംവിധാനം ഈ ഇന്റർനാഷണൽ ആയിട്ട് ഏകീകരിച്ച കറൻസികൾ വരുന്നവരെ ബാറ്റർ സംവിധാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതും ബാർട്ടർ സമ്പ്രദായം അടിമത്തമായിട്ട് ഏറ്റവും യാതൊരു വലിയ ബന്ധവും ഇല്ല എന്നാണ് ഞാൻ അല്ല, പറഞ്ഞത്. ബാർട്ടർ ബാറ്റർ ഇല്ല, സംവിധാനം നിലനിൽക്കെ തന്നെ ഈ അടിമത്തം നിരോധിച്ചിട്ടുണ്ട് ലോകത്ത്. ഇല്ല. ബാർട്ടർ സമ്പ്രദായം നിലനിന്നുകൊണ്ട് മാത്രം പ്രധാന കാരണം ബാർട്ടർ സമ്പ്രദായം. അല്ല അടിമത്തം ഉണ്ടായതിന് ഏറ്റവും പ്രധാന കാരണം അല്ല കൊണ്ട് ബാർട്ടർ അതൊന്നും അല്ല. സമ്പ്രദായം ബാറ്റർ ആണ്. സംവിധാനവും ആണ്. പിന്നെ അടിമത്തവും തമ്മില് യാതൊരു ബന്ധമില്ല. 50% കാരണം അതാ ബാർട്ടർ സമ്പ്രദായം. ഉം. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോയി ജോലി ചെയ്താൽ രൂപ എന്ന നാണയവസ്ഥ ഇല്ല അവിടെ. ആ പിന്നെ നിങ്ങൾ ചോദിക്കില്ല, ഒരു കാര്യം പറയാനേ നബി നാണ്യവസ്ഥ ഇല്ലാത്തതും ഒരു മനുഷ്യനെ കച്ചവടം ചെയ്യാൻ ഇപ്പൊ ഈ അടിമകളെ കൊണ്ടുപോയി വിൽക്കുന്നത് എന്ത് സിസ്റ്റത്തിലായിരുന്നു അറിയോ? ആ ഇപ്പൊ നിങ്ങളുടെ എന്തുവാ കയ്യിൽ അടിമയുണ്ട്, ബാറ്റർ സംവിധാനം കൊണ്ടാണ് അടിമത്തം ഉണ്ടായതെങ്കിൽ ഒരു അടിമയെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതോ? അന്ന് പൈസ കാര്യം എന്തെങ്കിലും കൊടുക്കും. അതാ, എന്തെങ്കിലും ഉൽപ്പന്നം, കാർഷിക ഉൽപ്പന്നങ്ങളേ ഉള്ളൂ, അത് കൊടുക്കും. ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, എങ്ങനെയാ എന്റെ അത് ചോദ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്, ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യനായി ഒരു ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച ഒരു മനുഷ്യനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വേറെ ചില മനുഷ്യർക്ക് കീഴിൽ അടിമകളായി നിൽക്കുകയും ആ മനുഷ്യന് വേണ്ടാ തോന്നുമ്പോൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും പറ്റുന്ന ഒരു മൃഗത്തിനെ പോലെ പരിഗണിക്കുന്ന ഒരു അങ്ങനെ സിസ്റ്റം? ധരിക്കുക തെറ്റാ. അത് ഒരു അങ്ങനെ ഇതുമല്ല. ആ കാര്യത്തിന് ആവശ്യമാണ്. ഇനി ഞാൻ പറയാം, നബി സ്കൂളിൽ നിന്ന് ചോദിച്ചു. മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന സിസ്റ്റം ആ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നോ? ആവശ്യമായിരുന്നു. കാരണം ബാർട്ടർ സമ്പ്രദായം ഒരു പ്രധാന കേസാണ്. അവിടെ അടിമത്തം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അടിമത്തം ജനങ്ങളുടെ ജീവിതത്തിലുള്ള ആവശ്യത്തിന് ഉദിച്ചിട്ടുണ്ടായതാ. മനസ്സിലായില്ല. ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടി ഉള്ള മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുമല്ലോ ഒരു ആ കാലത്ത്. മനുഷ്യന് മറ്റൊരു മനുഷ്യനെ അടിമയാക്കി കച്ചവടം ചെയ്യാൻ ചന്തയില് നമ്മളെ ഉരുവിനെ പോലെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും നിങ്ങൾ കാണുന്നില്ല? ഒരു കുഴപ്പമില്ല. കാരണം ആ കാലഘട്ടത്തില് പിന്നെന്താ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സുഹൃത്തെ? എങ്ങനെ ഒരു ഇത് മനുഷ്യൻ പറയുന്നത്? മറ്റൊരു മനുഷ്യനെ പോലെ, നമ്മൾ ആടുമാടുകളെ പോലെ ചന്തയിൽ കൊണ്ടുപോയി ശരീരത്തിന്റെ അവയവത്തിന്റെ അളവും പിന്നെ മുഴുപ്പും നോക്കി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന തരത്തിൽ മനുഷ്യരെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുണ്ടായിരുന്നില്ല.
എന്ന് പറയുന്ന അന്നത്തെ ആളോട് നമ്മൾ കാലത്ത് എന്ത് അതിന്റെ ചർച്ച ചെയ്യാ ആവശ്യം പിന്നെ വേറെ? എന്തോ ഭയങ്കര ഒരു കാര്യം ചോദിക്കില്ലേ, നിങ്ങൾ പറഞ്ഞ നബി എത്ര സ്കൂൾ ഉണ്ടാക്കിയെന്ന് അല്ല ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ കാര്യം പറഞ്ഞോണ്ട് ഈ കാര്യം എങ്ങനെ? പറഞ്ഞോണ്ട് നബി എത്ര സ്കൂൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു നിങ്ങള്. ആ നബി എത്ര സ്കൂൾ, അന്ന് സ്കൂളിൽ കൺസെപ്റ്റേ ഇല്ല. അറിയാമോ? ഇല്ലെങ്കിൽ സ്കൂളിലെ കൺസെപ്റ്റ് അത് എത്ര വർഷം കഴിച്ചു 1800 വരുന്നത്. ആ അന്ന് അവിടെ ഒരു കെട്ടിടം പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് സിമെന്റ് കണ്ടുപിടിച്ചില്ല, മെറ്റൽ കണ്ടുപിടിച്ചില്ല. സ്കൂൾ എന്ന് പറഞ്ഞാല് ആ കെട്ടിടത്തിന്റെ പേരല്ല അത്. ആ സ്കൂൾ എന്ന് പറയുന്നത് കെട്ടിടത്തെ കുറിച്ചല്ല നമ്മൾ ചോദിക്കണേ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിരുന്നോ? എന്തോ എഴുത്തും വായനയും അറിയാതിരുന്ന മുഹമ്മദ് നബി എഴുത്തും വായനയും പഠിപ്പിക്കാൻ നബി അവിടെ വല്ല എഴുത്തും വായന സംവിധാനം അറിയാത്ത ഉണ്ടാക്കിയോ? വ്യക്തിയല്ല, അതല്ല ലിറ്ററേറ്റ് ഉള്ള വ്യക്തിയാ. ഏഹ് അത് എഴുത്തും വായന അറിയാത്ത വ്യക്തിയല്ല, അത് തെറ്റാ. അതിങ്ങനെ പറയാൻ തെറ്റാ. അതെനിക്കറിയാതെ തെറ്റാണെന്ന്, പക്ഷെ അങ്ങനെയല്ലേ വിശ്വാസം. വിശ്വാസം അങ്ങനെ നബി എഴുത്തും വായന അറിയാവുന്ന വ്യക്തി തന്നെ. കാരണം എഴുത്തും വായന അറിയാവുന്ന പിന്നെ വ്യക്തിയാ. ഉമ്മി എന്ന് പറയുന്നത് എന്തിനാ? എന്താണ് ഉമ്മിയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ആര് പറയുന്നത് അതിനെപ്പറ്റി ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നബി എഴുത്തുമായി അറിയാവുന്ന വ്യക്തിയല്ല. കാരണം വെച്ചാൽ അന്ന് പേനയുണ്ട്, കടലാസുണ്ട്. നബിയോട് എന്താ കടലാസും പേനയൊന്നും ഇല്ല അന്ന്. എന്തൊക്കെയാ നിങ്ങൾ പറയണേ? ഉണ്ട് പോയ. അതുകൊണ്ടാണ് ഖുർആൻ ആയത്തിറങ്ങി ഇങ്ങനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് അത്യുദാരനാണ് എന്നാ പറയുന്നത് ഖുർആൻ ആയത്ത്. എങ്ങനെ? ഖുർആൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലമ ബിൽ കലം, അതുകൊണ്ട് അത് അത്യുദാരനാണ് പ്രവാചകൻ, നിങ്ങളെ എഴുതാൻ പഠിപ്പിച്ചില്ലേ എന്ന് അള്ളാഹു പറയാ. നിങ്ങളെ മനുഷ്യ സമൂഹത്തിന് എഴുതാൻ പഠിപ്പിച്ച, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അള്ളാഹു അത്യുദാരനാണ്. അപ്പൊ അത് പേനയുണ്ട്, പേനയുടെ പേപ്പറും കാണുമല്ലോ. എന്താ ഈ പറയുന്നത്? അതൊക്കെ തെറ്റായ കൺസെപ്റ്റുകളാ. എന്നിട്ട് അതുകൊണ്ട് എഴുത്തും വായന അറിയാവുന്ന വ്യക്തിയല്ലേ നബിയല്ലേ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഏത് രീതി എഴുതണമെന്ന് ഇപ്പൊ ഖുർആനായത്ത് ഇറങ്ങിയാൽ പേപ്പറിൽ ഏത് രീതി എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയാ. അറബി തന്നെ ഒരേ ശബ്ദസ്വരമുള്ള മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറയണല്ലോ. ഇസ്ലാം മതത്തിലെ വിശ്വാസല്ലേ, വിശ്വാസത്തിലെ കാര്യല്ലേ. ഖുർആന്റെ അത്ഭുതമായിട്ട് ഇവര് പറയണത് എഴുത്തും വായനയും പോലും അറിയാത്ത നബി അങ്ങനെ എഴുത്തും വായന നബിക്ക് അറിയാത്തത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഞാൻ മുമ്പ് അങ്ങനെ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോഴും നബിക്ക് എഴുത്തും വായന അറിയാവുന്ന വ്യക്തി തന്നെയാണ്. നബിക്ക് എഴുത്തും വായന അറിയാന്നുള്ളതിന് വേറെയും തെളിവുണ്ട്. കാരണം എഴുത്തും വായന അറിയാത്ത ഒരാളെ കച്ചവടത്തിന് ഖദീജ വിളിക്കൂലല്ലോ. അതെ. എഴുത്തും വായന അറിയാത്ത ആള് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് എഴുത്തും വായന അറിയില്ല എന്നുള്ളതാണ് ഇസ്ലാം മതത്തിലെ പ്രബല വിഭാഗത്തിന്റെ. അതൊക്കെ വിശ്വാസത്തിലേക്ക് ഒരുപാട് തെറ്റുകൾ വരാം, മനസ്സിലായ. പക്ഷെ അത് ഇതൊക്കെ പറയുന്നത് നിങ്ങള് അടിമത്തം ഒരു പ്രശ്നമില്ല എന്നും പറയണു. അടിമത്തം പ്രശ്നം ആ കാലം ജനങ്ങളുടെ ജീവിത രീതിയാണ്. അങ്ങനെ അവർക്ക് ജീവിതം കിട്ടുക. നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല. നമ്മൾ ഇസ്ലാമിന്റെ കാര്യം നിങ്ങൾ ഒരു പരമ്പരാഗത ഇസ്ലാം വിശ്വാസി അല്ലാന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ വല്ല മുസ്തഫ മൗലവി ലൈനൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് മാനവികവാദിയോ മാനവിക വ്യാഖ്യാനവാദിയോ ഒക്കെ ആയിരിക്കും. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബി ഏറ്റവും ഉത്തമനായ മാതൃക കാണിച്ച വ്യക്തിയാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിന്റെ പരിമിതി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു തിന്മയുടെ ഭാഗമാവുക? അന്നും അത് തിന്മയാണ്. അന്ന് പറയട്ടെ, നിങ്ങൾ എങ്ങനെയാണെന്നറിയോ? ഒരാളെ കൊല്ലുന്നത് അന്നും ഇന്നും തിന്മയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് മറ്റൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം വേറൊരാൾ കൈക്കലാക്കി വെക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ആവശ്യം വേണ്ട. ഇന്നിപ്പം ബംഗാളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട നമുക്ക് എന്നെ സംബന്ധിച്ചെന്നറിയോ, എനിക്കത് ആ ന്യായീകരണങ്ങൾ കേട്ടിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു ഹ്യൂമനിസ്റ്റ് ആണ്. എന്ത് ദീന് ഞാൻ പറയുന്നത് ഇന്ന് അതൊക്കെ പോട്ടെ. ഇന്ന് ഇപ്പൊ അടിമത്തം തെറ്റല്ലേ? ഇന്ന് അടിമത്തം തെറ്റാണ് എന്ന് നമുക്ക് ഇസ്ലാമികമായ ഏതെങ്കിലും അധ്യാപനത്തെ കൊണ്ട് കിട്ടുമോ? കാരണം അള്ളാഹു ഒരാളോട് അനീതി കളിക്കാൻ പാടില്ല. ഒരാളെ ഇന്ന് അടിമയെ കിട്ടുമോ ഭായി? ഒരാളെ കയ്യോ കാലോ വെട്ടാം, കൊല്ലാം, പക്ഷെ അടിമയാക്കാൻ പറ്റത്തില്ല. അടിമയാക്കാൻ ഇന്ന് ഇസ്ലാമിൽ അനുവാദമുണ്ട്. അത് നിങ്ങൾ അനുവാദം ഉണ്ടെന്നുള്ളതൊന്നുമല്ല. ഇസ്ലാം എവിടെയാണ് അടിമയാക്കാൻ പാടില്ല? ഉള്ളൂ, അതേ ഉള്ളൂ. അനുവാദം ഹറാമും ആക്കിയിട്ടില്ല, കറാഹത്തും ആക്കിയിട്ടില്ലെങ്കിൽ അറിയാം. കാരണം ജനങ്ങളെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഹറാമാണ് എന്ന് അള്ളാഹു വിധി കൽപ്പിക്കാത്ത ഒരു കാര്യം അത് ഹലാലല്ലേ വരിക? ബൈ ഡിഫോൾട്ട് ഹലാലല്ലേ? അന്നത്തെ കാലത്ത് നടന്നത് അത്രേ ഉള്ളൂ. ബൈ ഡിഫോൾട്ട് അത് ഹലാലല്ലേ? ഹലാലൊന്നുമില്ല, ഹലാലൊന്നും പ്രോത്സാഹനമൊന്നുമില്ല. പിന്നെ നടന്നൊരു സമ്പ്രദായം മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് നബി ലെജിറ്റിമൈസ് ചെയ്തോ? ആ സംവിധാനം മുഹമ്മദ് നബി ഉപയോഗിച്ചോ? അത്രേ ചോദ്യമുള്ളൂ. പിന്നെ മനുഷ്യർക്ക് അടിമത്ത മോചനത്തിന്റെ കാലത്ത് മുഹമ്മദ് നബിയിൽ എന്ത് മാതൃകയുള്ളത്? അടിമത്തം നിരോധിച്ച കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയിൽ എന്ത് സാമൂഹ്യ മാതൃകയുള്ളത് പറയൂ. അടിമത്തം നിരോധിച്ച കാലഘട്ടത്തിൽ അടിമത്തം ഇല്ലല്ലോ, ഇപ്പൊ നിരോധിച്ചില്ല, മനുഷ്യന്മാര് നിരോധിച്ചില്ലേ?
ഇതിന് ഇല്ല. ആ എന്ത് മൗലവി മാതൃക, മൗലവി ജീവിച്ച് മാതൃക കാണിച്ചതിലേ എന്ത് പോയത്. എന്ത് നിങ്ങൾ ഇത് അടിമയെ ഇതൊക്കെ അടിമയെ വേണ്ടാത്ത ചോദ്യം. അടിമയെ മോചിപ്പിച്ച മുഹമ്മദ് പിന്നെ ആ ഭാര്യയോട് അത് മോചിപ്പിക്കരുതായിരുന്നു, അത് അമ്മാവന് സമ്മാനം കൊടുക്കലായിരുന്നു കൂടുതൽ ഇതൊക്കെ ഈ പുണ്യം. ഹദീസുകളൊക്കെ എടുത്തേ ഇതൊക്കെ ശരിയാണോ? നബിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണോ ഇത്? ആണ്. ഏതെങ്കിലും മസല പോട്ടെ, അതൊക്കെ പോട്ടെ. സംഗതിയാണോ? മാരിയത്തുൽ കിബിത്തിയുടെ കഥ നിങ്ങൾക്ക് അറിയാലോ. പല റിപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കി എന്തൊക്കെ എഴുതി. മാരിയത്തുൽ കിബിത്തിനൊക്കെ എങ്ങനെ ഒഴിവാക്കുക? മുഹമ്മദ് നബിക്ക് ആകെ ജനിച്ച നിങ്ങൾ ആൺകുട്ടിയുടെ ഉമ്മയാണ്. ആ കാലത്ത് നിലനിന്ന ഒരു സമ്പ്രദായം നിങ്ങള് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു ആക്ഷേപിക്കുന്നത്? മിനിറ്റ് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ വന്ന് ആ സംവിധാനം ഉപയോഗിച്ച് ജീവിച്ചു പോകാനാണ് പിന്നെ എന്തിനാ മുഹമ്മദ് നബി വന്നത്? അതാ പറ്റില്ല. അള്ളാഹുവിന്റെ തീരുമാന നിയമങ്ങൾ തൗഹീദ് പഠിപ്പിക്കാൻ നമ്മളാ വന്നത്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്നത്. ആ കാലഘട്ടത്തിൽ അടിമ സമുദായം പ്രോത്സാഹിപ്പിച്ച നിന്നുപോയി. നിൽക്കുന്നതായി അറിയാം. അതുകൊണ്ട് അതിനെ പറ്റി പറയാം. നിൽക്കുന്ന അള്ളാഹ്ക്ക് അറിയാമോ? അറിയാം. കാരണം അള്ളാഹു എങ്ങനെ നിൽക്കുന്ന ഭാരത സമുദായം മാറി. ഭാരത സമുദായം ജനങ്ങൾ ജോലി ചെയ്താൽ കൂലി വാങ്ങുന്ന അവസ്ഥ വന്നു. മനസ്സിലായി? മാത്രമല്ല എല്ലാ ഭാരത സംവിധാനമൊക്കെ എല്ലാ കാലത്തും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ബാട്ടർ സംവിധാനം അടിമത്തവും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റും. ഒന്ന് പോയിന്റ് ഇതാണ്. ഞാൻ നിങ്ങൾ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ ഡാറ്റ ഒക്കെ വെച്ച് സംസാരിക്കാനാന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമില്ല. എന്താ പറഞ്ഞില്ലേ നിങ്ങൾ ഭാരത സമുദായമാണ് പ്രധാന. അതെ, ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക. ആ കാലത്ത് ഞാൻ എന്താ മനസ്സിലാക്കുന്നത്, എന്നെ സംബന്ധിച്ച് അടിമത്തം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നീചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി തന്നെയാണ്. അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് പറയാന്ന് വെച്ചാൽ അത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി അതിന്റെ ഭാഗമായിരുന്നു. നിഷ്പക്ഷമായിട്ട് നമ്മൾ നിരീക്ഷിക്കുക. ആ കാലത്തെ ആവശ്യത നിങ്ങൾ ആ കാലത്തെ പൾസിലോട്ട് പോകണം. എന്തിനാ ആ കാലത്തെ പൾസിലല്ല, എല്ലാ കാലത്തേക്കുള്ള ഉത്തമ മാതൃകയല്ലേ മുഹമ്മദ് നബി? അതെ. പിന്നെന്തിനാ നമ്മൾ ആ കാലത്ത് ആളുടെ ഇപ്പൊ ജീവിതം എളുപ്പമായി തോന്നുന്നു. ഇതെല്ലാം ഇല്ലാതാവും. എങ്ങനെ? ഇന്ന് ആരെങ്കിലും അടിമയാക്കാൻ പറ്റുമോ? അവൻ നമ്മളെ വെട്ടിക്കൊല്ലും. പറ്റത്തില്ല. അത് ആ ഒരു കാലഘട്ടത്തിൽ മാറിപ്പോയി. അതാ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല നിങ്ങൾ ഇസ്ലാമിനെ വിമർശനം കാണരുത്. എല്ലാ കാലത്തേക്കുള്ള മാതൃകയല്ലേ മുഹമ്മദ് നബി? ഇല്ലാത്തൊരു കാര്യം വിമർശിക്കാൻ എടുക്കുന്നത് എന്തർത്ഥമുള്ളത്? ഇന്ന് ഇല്ലാത്തൊരു കാര്യം നോക്കൂ. ലോകത്ത് അടിമത്തം ഇല്ലാതാകുന്നതിൽ ഇസ്ലാമിന്റെ പങ്കെന്താ? എന്താ അടിമത്തം ഇസ്ലാമിനെ നിരോധിക്കാനാണ് അള്ളാഹു റസൂൽ വന്നത്. നബി വന്നത് അല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എങ്ങനെയാണ് അടിമത്തം ഇല്ലാതായത്? അത് ജനങ്ങളിൽ ഇപ്പൊ നാണയ വ്യവസ്ഥ വന്നു തുടങ്ങി. പല മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ അതിനെന്തെങ്കിലും റോൾ ഉണ്ടോ? ജനങ്ങളെ അള്ളാഹുവിന്റെ വിശ്വാസം ചോദിച്ചതല്ല, അടിമത്തം ഇല്ലാതാക്കുന്നതിൽ ഇസ്ലാമിന്റെ പങ്ക് എന്തായിരുന്നു? എന്താ ഇങ്ങനെ ഇതൊക്കെയാണ് ചോദിക്കുന്നത്? അതേ ചോദിക്കുക. കാരണം മാനവിക രാശിക്ക് ആകെ മാതൃക ആയിട്ടാണല്ലോ ഇസ്ലാം വരുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിത പദ്ധതിയാണല്ലോ ഇസ്ലാം. ആ പദ്ധതിയിൽ ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമായിരുന്നു. അത് പിന്നെ കാലക്രമേണ ഇല്ലാതാകുമെന്ന് അള്ളാഹുവിനെ അറിയാമായിരുന്നു എന്നല്ല നിങ്ങളെ വാദം? അങ്ങനെ ലോകത്ത് മനുഷ്യരാശി അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോ അതിൽ ഇസ്ലാമിന്റെ പങ്കെന്തായിരുന്നു? ഇസ്ലാമിക ലോകത്ത് എവിടെ നടന്നത്? അത് അമേരിക്കയിൽ നടന്നിട്ടുണ്ടാവും. ഇബ്രാഹിം നിരോധിച്ചിട്ടുണ്ട്. അത് ചൂഷണത്തോട് പോയതുകൊണ്ടാ. അത് എങ്ങനെ ചൂഷണത്തോട് പോയി? ഞാൻ ചോദിക്കുന്നത്, അടിമത്തം നിരോധിക്കപ്പെട്ട ഈ ലോകക്രമത്തിൽ ലോകത്ത് നിന്ന് അടിമത്തം ഇല്ലാതാക്കുന്നതിൽ ഇസ്ലാമിന്റെ പങ്ക് എന്തായിരുന്നു? അതാണ് ചോദ്യം. എന്താ എങ്ങനെയൊക്കെയാണോ പങ്കുണ്ടായിരുന്നോ? ഇസ്ലാമിന്റെ എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങൾക്ക് അറിയോ ചരിത്രത്തിൽ? 1600 വർഷം മുമ്പ് സംഭവം ഇതൊക്കെ. 1600 വർഷമല്ല, ഞാൻ ഒരു 300 വർഷം മുൻപ് അടിമത്തം നിരോധനത്തിലേക്ക് ലോകം ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അടിമത്ത നിരോധനം ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രദേശങ്ങളിൽ അടിമത്ത നിരോധനം രാഷ്ട്ര നിയമങ്ങളായിട്ട് തന്നെ നടപ്പിലാക്കുമ്പോൾ അതിൽ ഇസ്ലാമിന്റെ പങ്ക് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും ചോദിക്കുന്നത്. ഇനി നിങ്ങൾ വേറെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പറയൂ. പോട്ടെ. ഏറ്റവും അവസാനം അടിമത്തം നിരോധിച്ച രാഷ്ട്രം ഏതാണെന്നറിയോ? സൗദിയാണോ? അല്ല. ഏത് വർഷമാണ്? 2017 ഒരു ഇസ്ലാമിക രാഷ്ട്രം അടിമത്തം നിരോധിക്കുന്നത്. 2017. അതെ. ഏത് രാജ്യം? എന്താണ്? മൗറിറ്റാനിയ. ഏത് രാജ്യം? പറഞ്ഞുതരാം, അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം.
രാജ്യത്തിന്റെ പേരാ ചോദിക്കുന്നത്. രാജ്യത്തിന്റെ പേര് 2017 അടിമത്തം നിരോധിച്ച രാജ്യം എന്തോ ഒരു അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യമാണ്, ഒരു ഇസ്ലാമിക് രാഷ്ട്രം. നിങ്ങൾ അടിമത്തം കൊണ്ട് നബി അനുഭവിച്ചോളൂ, അങ്ങനത്തെ ആവശ്യം കൊണ്ട് മാത്രമാണ് നബി അനുഭവിച്ചത്, അല്ലെങ്കിൽ അള്ളാഹു തടഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ലോകത്ത് അടിമത്തം നിരോധിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട മതവിഭാഗം ഇസ്ലാമാണ്. എന്താണെന്നറിയോ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആണെന്നേ. അല്ല ഭായി, അങ്ങനെ വരില്ല. കാരണം വെച്ചാല് ആഫ്രിക്കയിൽ ഈ നീഗ്രോകളെ പോയി പിടിച്ചോളം ബ്രിട്ടീഷുകാർ അടിമകളാക്കി. എങ്ങനെ? പിന്നീട് ഈ ലോകത്തെല്ലാവരും നീഗ്രോകൾ ഇഷ്ടപ്പെട്ടു. നീഗ്രോകൾ ഇഷ്ടപ്പെട്ടത് ഈ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ അവർക്ക് ജീവിതമാർഗമായി തീർന്നത്. പിന്നെ മൗറിറ്റാനിയാണ് ശരിക്കും തോന്നണു ഇത് ലാസ്റ്റ് നിരോധിച്ചത്. 1981 അവർ നിരോധനമൊക്കെ വരുന്നുണ്ടെങ്കിലും അതിന്റെ കംപ്ലീറ്റ് ഇംപ്ലിക്കേഷൻ വരുന്നത് 2017 ഇസ്ലാമിക രാജ്യത്ത് അടിമത്തം ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇസ്ലാമിക രാജ്യത്ത് അടിമത്തം അനുവദനീയമാണ്. ഇസ്ലാമിൽ അടിമത്ത സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്നും അനുവദനീയമാണ്. ഇല്ല, ഒരിക്കലും ജീവിക്കാമെങ്കിൽ അടിമയാക്കാൻ പറ്റതയില്ല. ഇന്നും അനുവദനീയമാണ്. ഒരാളെ വെട്ടിക്കൊല്ലാം, കൈകാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അടിമയാക്കാൻ ഒക്കത്തില്ല. ഈ കാലം ഇന്നും അനുവദനീയമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യം അതല്ലാന്ന് തെളിയിക്കാൻ ഒരു രേഖ. ഇസ്ലാമിക ലോകത്ത് ഖുർആാനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിലാണല്ലോ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ പറയേണ്ടത്, അല്ലേ? ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഖുർആാനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? പക്ഷേ ഈ വിഷയം ഖുർആാനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഖുർആാനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ആണ്. അത് പറയാത്തൊരു കാര്യം ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഒരു മിനിറ്റ്. പിന്നീട് അന്ന് അത് അനുവദനീയമായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം, അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യം, അള്ളാഹ് അനുവദിച്ചു കൊടുത്തൊരു സിസ്റ്റം, അത് അബോളിഷ് ചെയ്യാൻ, അത് നിരോധിക്കാൻ, അത് തെറ്റാണെന്ന് പറയാൻ വേറെ ആർക്കെങ്കിലും അവകാശം ഉണ്ടോ? നിങ്ങൾ ഈ വിഷയത്തിൽ കറക്കേണ്ട കാര്യമില്ല. അള്ളാഹു അനുവദിച്ചൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന മറുപടി പറയും. ഇത്ര നേരങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു പോയിന്റ് ഒന്നും അല്ല, നിങ്ങൾ വെറുതെ എന്തോ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു ഹലാലായിട്ട് നിർവചിച്ചിട്ടുള്ള ഒരു കാര്യം, അള്ളാഹു അനുവാദം കൊടുത്തൊരു കാര്യം അള്ളാഹു നിരോധിക്കാത്ത കാലത്തോളം അത് തെറ്റാണെന്ന് പറയാൻ മറ്റു മനുഷ്യർക്ക് അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു ഇതേ ഇല്ല. ഞാൻ ചോദിച്ചതല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ അക്കീദ പറഞ്ഞാൽ മതി. അതായത് അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഒരു കാര്യം, അള്ളാഹു അനുവദനീയമായ രീതിയിൽ അനുവദിച്ച് അംഗീകരിച്ചു കൊടുത്ത ഒരു കാര്യം, അത് പിന്നീട് തെറ്റാണ് എന്ന് പറയാൻ, അത് ഹറാമാണെന്ന് പറയാൻ മറ്റു മനുഷ്യർക്കോ രാജാക്കന്മാർക്കോ അവകാശം ഉണ്ട്. അതാണ് ചോദ്യം. പറയട്ടെ, ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം, ആ സമ്പ്രദായം അത് നിരോധിക്കാൻ ഒക്കില്ല. കാരണം വെച്ചാല് അടിമകളെല്ലാം പട്ടിണിയായി ചത്തു. ഞാൻ മനുഷ്യ ജീവിതം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്. ബഹുഭാര്യത്വം അനുവദനീയമാണ് ഇസ്ലാമിൽ, അല്ലെ? ആണ്. ബഹുഭാര്യത്വം ഹറാമാണ് എന്ന് മതവിധി പറയാൻ ലോകാവസാനം വരെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ രാജാവിനോ കഴിയത്തില്ല. അതെ. അപ്പൊ ഞാൻ ചോദിക്കണത്, അള്ളാഹുവിന്റെ ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബഹുഭാര്യത്വം ആ കാലത്തല്ലേ ഉണ്ടായിരുന്നത്? ഇസ്ലാം ആ കാലത്തല്ലേ ഉണ്ടായത്? അപ്പൊ ആ കാലത്തല്ലേ ഇസ്ലാം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ച ചോദ്യം ആവർത്തിക്കട്ടെ ഒന്നുകൂടി. സമയം മെനക്കെടുത്തണ്ട. ആ കാലഘട്ടത്തിൽ അടിമത്തം അനുവദിക്കപ്പെട്ടിരുന്നു, ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ അടിമത്തം അനുവദനീയമായിരുന്നു, ശരിയല്ലേ? മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയൂ. മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം അടിമത്തം ഹറാമാണ് എന്ന് വിധി പറയാൻ ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതനോ മുസ്ലിം രാജാവിനോ കഴിയോ? കഴിയണ്ട. എന്തിനാണ് പറയുന്നത്? ആ ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ വന്നൊരു സ്വഭാവമാണ് അടിമയായി ജീവിക്കാന്നുള്ള. ആ കാലത്ത് അതിന്റെ ആവശ്യങ്ങൾ അപ്പൊ ലോകത്ത് അടിമത്തം ഇല്ലാതായതുകൊണ്ട് ഇസ്ലാമിൽ അടിമത്തം ഇല്ല.
ലോകത്ത് അടിമത്തം ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ഇപ്പോഴും അടിമത്ത ഹലാലാണ്, അങ്ങനെയല്ല? അല്ല, അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിന് ശരി, ലോകത്ത് ഈ ബാട്ടർ പറഞ്ഞത്. സംവിധാനം ഒന്നും പോയില്ല, പിന്നെ എടുത്തു കളഞ്ഞു, ബാട്ടർ നാണയമൊന്നും സമ്പ്രദായം തന്നെ ഈ വന്നില്ലായിരുന്നെങ്കിൽ അടിമത്തം ഉണ്ടാക്കിയ മെയിൻ കാരണം. ലോകത്ത് എപ്പോഴും അടിമത്തം ഉണ്ടായിരുന്നെങ്കിൽ, അടിമകളെ വാങ്ങാനും വിൽക്കാനൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തുണ്ടായെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇസ്ലാമിൽ അടിമത്ത ഹലാലായിരുന്നു, അല്ലെ? അത് ഇപ്പൊ ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ബാട്ടർ സമ്പ്രദായം ഒന്നുകൊണ്ട് മാത്രമാണ് അടിമത്തം ഉണ്ടായത്, അറിയാം. ലോകത്ത് അടിമത്തം ഇല്ലാതായതുകൊണ്ട് മാത്രം ഇപ്പൊ ഇസ്ലാമിൽ അടിമത്തല്ല, അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഇല്ലാതാന്ന് അറിയാം. ബാട്ടർ സമ്പ്രദായം മാറി, നാണയ വ്യവസ്ഥ. അതൊക്കെ ആയിക്കോട്ടെ, ലോകത്തിൽ അങ്ങനെ ഒരു മാറ്റം നാണയ വ്യവസ്ഥ പൈസ വാങ്ങിച്ച് സാധനം വാങ്ങാമല്ലോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ലോകത്ത് ഇപ്പൊ നിലവിൽ അടിമത്തല്ല, അതുകൊണ്ട് ഇസ്ലാമിൽ അടിമത്തം ഇല്ല, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ അതിനെപ്പറ്റി ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഇസ്ലാമിനെ കരുതിയേക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിൽ അത് അനുവദനീയമായിരുന്നു ആ കാലഘട്ടത്തില്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ലോകത്ത് അടിമകളില്ല, അടിമത്തം ഇല്ല, സംവിധാനം ഇല്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കണ്ട. അതല്ല നിങ്ങളെ പോയിന്റ്? ഇല്ലാത്തൊരു കാര്യം പറയണ്ട, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ അത് ഈ ലോകത്തില്ലാത്തോണ്ട് ഇസ്ലാമിലും ഇല്ല, ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിൽ കഴിയില്ല. ഒരാൾക്കാർക്ക് കഴിയത്തില്ല, അതറിയാം. ഒരു കാലത്തൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് ഇല്ലാതായി പോവുകയും ചെയ്യും. എന്നാൽ അത് നിരോധിക്കാൻ പറഞ്ഞാൽ അവർക്ക് പട്ടണം ചാവേണ്ട അവസ്ഥ വരും. ലോകത്തൊന്നും ഇല്ലാത്തോണ്ട് അടിമത്ത ഇസ്ലാമിലില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ല, ഒരു അടിമ ഒരു അടിമയെ വിവാഹം കഴിച്ചില്ല, കുഞ്ഞും യജമാനും ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു അടിമ ഒരു അടിമ വിവാഹം കഴിച്ചു, അതിന്റെ കുഞ്ഞുണ്ടായാൽ ആ ജനിക്കുന്ന കുഞ്ഞല്ലേ സ്വതന്ത്രനാവുള്ളൂ? യജമാനന് ജനിക്കുന്ന കുഞ്ഞല്ലേ സ്വതന്ത്രനാവുള്ളൂ? അല്ലല്ല, അടിമയ്ക്ക് ജനിച്ചു ആ കുഞ്ഞ്. ഒരു അടിമ സ്ത്രീയെ മറ്റൊരു അടിമ പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, അതിലുണ്ടാവണ കുട്ടിയോ? അതെ, ഒരു അടിമ പുരുഷൻ അടിമ സ്ത്രീ വിവാഹം കഴിച്ചു, പറയട്ടെ, ഒരു യജമാന്റെ കീഴില് അതിൽ കുഞ്ഞുണ്ടായാലും ഈ യജമാന് ഒരു അവകാശമില്ല. പക്ഷേ അവൻ പ്രായപൂർത്തിയാകുന്നവരെ അവനെ നോക്കണം. പ്രായപൂർത്തിയാണെങ്കിൽ അവൻ തീരുമാനിക്കണോ അല്ലെങ്കിൽ എവിടുന്ന നിങ്ങളിതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എവിടെ എന്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അവകാശമാണെന്ന് പറഞ്ഞത്? അടിമയാണത്. ഒരിക്കലും എവിടുന്നാണ് ഇതൊക്കെ പറയുന്നത്? ഗോത്ര നിയമങ്ങളാണ് എടുക്കുന്നത്. ഏത് ഗോത്ര നിയമം? ആ ഗോത്ര നിയമം തന്നെയാണ് ഇസ്ലാം. ആ ഗോത്ര നിയമത്തിന്റെ പേരാണ് ഇസ്ലാം. നിങ്ങൾ ആക്ഷേപിക്കല്ല. ഒരടിമയ്ക്ക് മറ്റൊരടിമയിലോ അല്ലെങ്കിൽ ഈ ഉടമ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു സ്വതന്ത്രനായ മുസ്ലിമിനാണെങ്കിൽ പോലും ജനിക്കുന്ന കുട്ടി പിന്നെ അടിമയായിരിക്കുമെന്നാണ്. നിങ്ങൾ ഒരു ഫക്കീറിനോ മിസ്കീനിനോ ഒരു ചങ്ങാതി അടിമ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അതിൽ ജനിക്കുന്ന കുട്ടി പോലും അടിമയായിരിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഒരു അടിമ ഒരാളുടെ കീഴിൽ യജമാന്റെ കീഴിൽ ഒരു അടിമ ഒരു സ്ത്രീയും അടിമ പുരുഷനുണ്ട്, അവരെ വിവാഹം കഴിച്ചു, അതിൽ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ മേൽ ആ കുഞ്ഞ് ഈ ഉടമയുടെ കുഞ്ഞാണ്, ഈ ഉടമയുടെ അടിമയാണ്. ഒരിക്കലും നിങ്ങളല്ലല്ലോ പറയേണ്ടത്. ഇസ്ലാമിന്റെ നിയമപുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക് എഴുതി വെച്ചത് നിങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇസ്ലാമിൽ ബേസ് ചെയ്യണം. അല്ല ഓരോരുത്തരും പണ്ഡിതന്മാരെ ഓരോ കാലത്ത് അവരുടെ ആവശ്യത്തിന് പറയുന്നത്. നിങ്ങൾ എന്തിന്റെ ബേസിലാണ് പറയണേ? ഇത് ഗോത്ര വ്യവസ്ഥയിൽ നോക്കിയാൽ ഇരിക്കാൻ കാണാം. അവരെ ഒറ്റ വാക്കും ആവശ്യമില്ല. ആരാണ് പറഞ്ഞത്? പിന്നെ പറയാം. ആ കുഞ്ഞിനെ പറയുന്നത് കേട്ടോ. ആ കുഞ്ഞിനെ വളർത്തി പ്രായപൂർത്തിയാവുന്നവരെ വളർത്താൻ ഈ അടിമ ബാധിച്ചില്ല. എന്നിട്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന് തീരുമാനിക്കാം അവിടെ നിൽക്കണോ വേണ്ടിയെന്ന്. അതാണ് ഈ നിയമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ എവിടെ നിങ്ങൾക്ക് നിയമം കിട്ടി? യജമാന്റെ വകയാണ്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? യജമാന്റെ വകയാണ് നിങ്ങൾക്ക് എവിടെ കിട്ടി? അത് ഇഷ്ടം പോലെ കിതാബുകൾ അത് കിതാബൊക്കെ എഴുതി വിടാം. ഞാനിപ്പോ എഴുതില്ല കുറെ കിതാബ്. എങ്ങനെ? അത് കഥയില്ല, ഒരിക്കലും ഇല്ല. അടിമത്ത സീമയെ സുതാര്യമായ ഒരു കാര്യമായിരുന്നു. എന്താ അതിനകത്ത് ആവശ്യം കൊണ്ടാ എന്തൊക്കെ നിങ്ങൾ പറയണേ? നിങ്ങൾക്ക് എവിടുന്നാണ് നിങ്ങള് പിന്നെ നമ്മളെ നാട്ടില് കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള അവർക്ക് ഹദീസ് ബേസ് അവർക്ക് എന്തും പറയാം. ഫിഖിന്റെ കിതാബ് പറഞ്ഞാൽ മതി. ഫിഖിന്റെ കിതാബിലുള്ളതല്ലാത്ത എന്താ നിങ്ങൾക്ക് ഇസ്ലാമിലുള്ളത്? ഫിഖിന്റെ കിതാബ് അല്ലാതെ നിങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഫത്തൽ മൊയ്നുണ്ടല്ലോ, ഫത്തൽ മൊയ്നാത്ത് പറയുന്നത് ചെറിയ തോതിൽ ലഹരിയാവാന്ന്. അതാണ് ഇസ്ലാം നിയമം. എവിടെ ഇസ്ലാമില് നിയമം? പിന്നെ കള്ള അങ്ങനെ സമ്പൂർണമായിട്ടുള്ള നിരോധനം എവിടെയുള്ളത്? ഖുറാനില്? ഖുറാൻ തന്നെ പറയുന്നില്ലേ? എവിടെ പറയും? സുഹൃത്തു ആയതെടുത്ത് പറയാം. അതൊക്കെ പറയാം, വ്യക്തമായിട്ട് പറയാം. പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. 3 ഘട്ടമായിട്ട് ഖുറാനെടുത്ത് കിട്ടി തരാം.
പിന്നെ വേറെ ഒന്നും നല്ല കാര്യം പറയല്ല. അപ്പൊ പിന്നെ വേറെ ഒന്നും കാര്യം ചോദിച്ചാൽ നബി സ്കൂളിന്റെ കൺസെപ്റ്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. 1900 അതൊക്കെ ഉണ്ടാക്കിയ പോട്ടെ. സ്കൂളാണ്. നിങ്ങള് അടിമക്കുട്ടി, അടിമക്കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ കിതാബില് ബാബുണ്ട്. അതായത് അടിമക്കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരടിമക്ക്, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരടിമക്ക് ഉടമയിൽ ഉണ്ടാവുന്ന കുട്ടി സ്വതന്ത്രനായിരിക്കും. ഒരു മിനിറ്റ്, സ്വതന്ത്രനായിരിക്കും ഉറപ്പാണ്. ഒരു അടിമ സ്ത്രീക്ക് സ്വന്തം ഉടമസ്ഥയിൽ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി സ്വതന്ത്രനായിരിക്കും, അത് സംശയമല്ല. ആ നിയമം നിങ്ങൾക്ക് എവിടെ നിട്ടി? ആ നിയമം നിങ്ങൾക്ക് എവിടുന്ന മനസ്സിലായത്? ഒരു സ്വതന്ത്രനായ മനുഷ്യൻ തന്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ ജനിക്കുന്ന കുട്ടി സ്വതന്ത്രനായിരിക്കും എന്ന നിയമം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എങ്ങനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത് പറയും? ഞാൻ മനസ്സിലാക്കി, അത്ര തന്നെ. എവിടുന്ന് മനസ്സിലാക്കി? വെറുതെ എന്തെങ്കിലും പറയാ? വെറുതെ പറയുന്നല്ലേ സുഹൃത്തുക്കൾ, വെറുതെ അല്ലേ പറയുന്നില്ല. എവിടുന്നാണ് നിങ്ങൾ മനസ്സിലായത്? സ്കൂൾ ഉണ്ടാക്കി ഇത് പറയൂ. നിങ്ങൾ ഒരടിമക്ക് ഉടമയ്ക്ക് തന്റെ കീഴിലെ അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനാകും എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്നാൽ ഹദീസ് കാണുമായിരിക്കും, അത് മനസ്സിലാക്കിയ ഹദീസ് കാണുമായിരിക്കും. ഹദീസ് നിങ്ങൾക്ക് പറ്റുമോ? മനസ്സിലായോ? അപ്പൊ ഹദീസ് നിങ്ങൾക്ക് പറ്റുമോ? ഹദീസ് പറ്റും, പിന്നെ സഹിഹ് എല്ലാം പറ്റും. എന്താ കഥ? അതേ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അടിമ കുഞ്ഞ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് പറ്റും. ഹദീസ് ഉണ്ടേ കൊണ്ടുപോവാ, ഹദീസ് കാണത്തില്ല, ഒരിക്കലില്ല. പിന്നെ നബിയെ നിങ്ങൾ നബി ഒരുപാട് എങ്ങനെ നബി ഒരുപാട് ഗോത്രങ്ങൾ ആക്രമിച്ച് പോലെ ഇത് വളരെ തെറ്റാ. കാരണം എന്റെ ആയത്തെന്തുവാ? നബി അങ്ങനെ നിന്ദിതമായിട്ടില്ല, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ ഈ ആയത്ത് മതി. നബി ആക്രമിച്ചിട്ടില്ല. വളരെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമോ? എങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ നബി ഒരിടത്തും ആക്രമിച്ചിട്ടില്ല. എന്തൊക്കെയാ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ പൊരുതിയതേ ഉള്ളൂ. എങ്ങനെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പം ആദ്യം നബിയോട് പറഞ്ഞ് ക്ഷമിക്കാനാ, ഒക്കെ ക്ഷമിച്ചു. പിന്നെ പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. അല്ലാതെ അള്ളാഹുന്റെ ബദറോ ഉഹദോ അന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല, ക്ഷമയെ പിടിക്കണം, നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ മക്കത്ത് മദീനത്ത് വരുന്നത്. പിന്നെ അവിടെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് നബിയെ തടയുന്നത്. നിങ്ങളിപ്പോ ഈ അടുത്ത കാലത്തെ ബദർ യുദ്ധത്തെ പറ്റി നിങ്ങളും വളരെ മോശമായിട്ട് പറഞ്ഞു, വേറൊരു പാർട്ടി ഇതേപോലെ മോശമായിട്ട് പറഞ്ഞു. എന്താ അടിസ്ഥാനം ഉള്ളത്? ഞാൻ നിങ്ങൾക്ക് അടിമക്കുഞ്ഞ് പറഞ്ഞുതരാം. ആദ്യം നിബന്ധന പ്രകാരം അടിമ സ്ത്രീയെ വിവാഹം ചെയ്തവൻ പിന്നീട് ധനികനാവുകയോ സ്വതന്ത്രയെ വിവാഹം ചെയ്യുകയോ ചെയ്താലും അടിമ സ്ത്രീയുടെ നിക്കാഹ് ദുർബലമാവില്ല. നിക്കാഹിലൂടെയോ, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ, നിക്കാഹിലൂടെയോ നിക്കാഹിതരമായോ അടിമ സ്ത്രീക്ക് ജനിക്കുന്ന കുഞ്ഞ് അവളുടെ ഉടമയുടെ അടിമയായിരിക്കും. ഇത് ഫത്വൽ മൊയ്നാണ്. നിങ്ങൾ മാത്രം തള്ളിട്ട് എന്താ കാര്യം? ഇസ്ലാമിനെ തള്ളിയിട്ട് ഇസ്ലാമിനെ വിളിപ്പിച്ചിട്ട് കാര്യമല്ലോ. ഫത്വൽ മൊയ്ൻ എന്ന് പറയുന്നത് ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന പ്രബലമായ മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രഥമഗണനീയമാണ് ഫത്വൽ മൊയ്ന്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഫത്വൽ വേണ്ടെന്ന് ഇപ്പൊ പറഞ്ഞ അല്ലാതെ ഏത് ഗ്രന്ഥം എടുത്താലും ഇത് ഇങ്ങനെ തന്നെയാണെന്നേ. ഇല്ല, നിങ്ങൾ ഹദീസ് കൊണ്ടുപോകാൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ. ഫത്ഹുൽ മൊയ്ൻ അദ്ദേഹം അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഫത്ഹുൽ മൊയ്ൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരാളെ എഴുതി, അപ്പൊ ലോകത്തുള്ള ബാക്കി മുസ്ലിങ്ങളൊക്കെ എന്താ, വിഡ്ഢികളാ? ഇന്നിപ്പോ കേരളത്തിലുള്ള പ്രബല മുസ്ലിം വിഭാഗങ്ങളായിട്ടുള്ള സുന്നി വിഭാഗം, EK സുന്നി, AP സുന്നി, ഇതാണല്ലോ കേരളത്തിലെ മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി. ആ മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ട് അംഗീകരിക്കുകയും പള്ളി ദർസുകളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഫത്വൽ മൊയ്ൻ. ആ ഗ്രന്ഥങ്ങൾ തള്ളുന്ന എന്തിന്റെ ബേസിലാ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാർക്കൊന്നും ഇല്ലാത്തൊരു വിവരങ്ങൾക്ക് ഉണ്ടെന്നാണോ? അല്ല, ഈ സുന്നികൾ പറയുന്നത് മുജാഹിദുകളുടെ ഫിഖ് സുന്നി നിർത്താൻ മതിയോ? ജമാഅത്തെ ഇസ്ലാമിന്റെ അതിലുണ്ട്, അതിലും ഇത് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അടിമയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ, അടിമ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് ഉടമയുടെ ഇതല്ലാത്ത കുഞ്ഞാണെങ്കിൽ ഉടമയുടെ അടിമയായിരിക്കും. ഇല്ല, അല്ല, ഒരിക്കലും ആവത്തില്ല. എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ വർഷം മുമ്പ് നടന്നൊരു സംഭവേ, അത് ഹദീസ് ഇല്ലാതെ എങ്ങനെ ഇവരൊക്കെ പറഞ്ഞു? ആര് പറഞ്ഞാലും ഇങ്ങനെ പറയുന്നത്?
എന്താ കഥ? സുന്നി അള്ളാഹ് അല്ലാത്തവരെ വിളിക്കാനേ സുന്നികൾ തെളിവ് കണ്ടെത്തുന്നത്. അവരത് പഠിപ്പിച്ചുവിടുകയും ചെയ്തു. മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത് ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഈ 18ാം നൂറ്റാണ്ടിലെ 19ാം നൂറ്റാണ്ടിലെ 18ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണോ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നത്? ഇപ്പത്തെ മൂല്യന്മാരുണ്ടാക്കി എഴുതുന്ന കഥയാണോ അതൊക്കെ? എത്ര നൂറ്റാണ്ട് തെറ്റല്ലേ? മാത്രം ഈ മൗലൂദ് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് പോയിട്ടാണ്. മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത് ഇതൊക്കെ അങ്ങേയറ്റം ശിർക്ക ഗ്രന്ഥങ്ങളാ. ഇതെന്താ ഇവര് ഇപ്പൊ 30 മക്കൾ നടക്കുന്നത്? എന്താ കാര്യം? അത് ശരിയായിട്ടാണോ? എന്താ ഭായി ഇതൊക്കെ? നിങ്ങൾക്ക് തെറ്റാക്കാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം, പക്ഷെ ശരിയെ തെറ്റാക്കാൻ ശ്രമിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോ ചെയ്യുന്ന അത് തന്നെ, മനസ്സിലായ? അല്ലാതെ വേറൊന്നുമില്ല. ഇതിനൊന്നും ഒരു ആധികാരികതയില്ല. അടിമ സമ്പ്രദായം ആ കാലത്ത് ഉണ്ടായിരുന്നു, അത് അനുവദനീയമായിരുന്നു. പിന്നെ അത് ഇല്ലാതാവുകയും ചെയ്തു. അന്ന് ഉണ്ടായ കാരണങ്ങളിലൊന്ന് ഈ ഇത് തന്നെ ബാത്ത സമുദായമാണ് മെയിൻ കാരണം. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ സമൂഹത്തോട് കൂടി പോയാണ് അവർ അടിമയാവുന്നത്, മനസ്സിലായേ? അതിന് ഒരു തെറ്റും അല്ല. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിത സാഹചര്യം അത്ര കുറവായിരുന്നു. പിന്നെ വെച്ച് സ്കൂൾ ഉണ്ടാക്കേണ്ടത്, സ്കൂൾ ഉണ്ടാക്കുന്ന രീതി ഒന്നും വന്നില്ല. നിങ്ങൾ ചോദിച്ചല്ലേ എത്ര സ്കൂൾ ഉണ്ടാക്കി ചോദിച്ചല്ലേ? പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും പ്രവാചകങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ പേനയും പേപ്പറൊക്കെ അന്ന് ഉണ്ടായിരുന്നു, അത് കറക്റ്റാ. അത് നബി അക്ഷരജ്ഞാനിയുള്ള വ്യക്തിയായിരുന്നു. ഇതെല്ലാം കറക്റ്റ്, ഇത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ കുറെ ചരിത്രത്തിൽ നബി ഓരോരുത്തർ പോയി ആരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല. ആ തെളിവ് എന്തുവാ? ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ല സർവ്വ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ. ആ പ്രകാരം ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങൾ എന്താ അറിയോ, നമ്മൾ വെറുതെ ഈ കാര്യത്തിൽ സംസാരിച്ചൊരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ താലോലിക്കുന്ന ഒരു ഇസ്ലാം ഉണ്ട്. അത് ഖുർആനുമായിട്ടോ ഹദീസുമായിട്ടോ ലോകത്ത് ഇന്ന് അംഗീകൃതമായി നിലനിൽക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിട്ടോ ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാമിക സമൂഹം പറയട്ടെ. നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർത്തുന്ന എനിക്ക് 5 നേരത്തെ നിസ്കാരം ഉണ്ടോ? 5 ഒന്ന് കാണിച്ചു തരുമോ? എവിടെയൊന്ന് പള്ളി ജമാഅത്തിനോട് ചോദിക്കണ എന്തിനാ? പള്ളിയിലെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ വിവരം ഒരു മിനിറ്റ് ഒരു അടിമ സ്ത്രീ പള്ളി ഉസ്താദ്മാരോട് നിങ്ങൾ ചോദിച്ചിട്ട്, പള്ളിയിലുള്ള ഉസ്താദിനോട് ചോദിച്ചിട്ട്, ഒരു അടിമക്ക് മറ്റൊരു അടിമയിൽ ജനിക്കുന്ന കുട്ടി ആ സ്ത്രീ ആയിട്ടുള്ള അടിമയുടെ ഉടമയുടെ അടിമയായിരിക്കുമെന്നാണ് ഞാൻ പറയണത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. ഒരു അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആ ജനിക്കുന്ന കുട്ടി ഉടമയ്ക്കല്ലാതെ ജനിക്കുന്ന വേറൊരു അടിമക്കൊക്കെ ജനിക്കുന്ന കുട്ടി ഈ അടിമ സ്ത്രീയുടെ യജമാനന്റെ അടിമയായിരിക്കും. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് നിങ്ങൾ പള്ളിക്കത്തെ ഉസ്താദിനോട് ചോദിച്ചിട്ട് എന്നോട് എപ്പോഴാണ് നിങ്ങൾ അതെന്താ ചോദിക്കുന്നത്? 5 നേരത്തെ നിസ്കാരം ഹദീസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാൻ പോയി. അപ്പൊ ഈ അടിമ കുട്ടിയുടെ വിധി എന്താണ്? നിങ്ങൾക്ക് എന്താ പള്ളിക്കത്തെ ഉസ്താദിനോട് ചോദിച്ചാൽ? എന്താ ചോദിച്ചാ? എന്താ പ്രശ്നം? എന്താ അനാവശ്യ കാര്യം? നിങ്ങൾ ഈ പറയുന്നതും ഹദീസിന്റെയും ഖുർആാനിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇഷ്ടംപോലെ സ്ഥലത്ത് അടിമയെ കുറിച്ച് പറയുന്നുണ്ട്, അടിമ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്, അടിമയിൽ ജനിക്കുന്ന കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യത്തിന് നിങ്ങൾ ഹദീസ് എടുക്കും, അല്ലാത്തതിൽ നിങ്ങൾ അത് എടുക്കൂല. ഏത് കാര്യത്തിൽ ഹദീസ് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഏത് കാര്യത്തിന് നമുക്ക് ഹദീസ് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വാദത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നിങ്ങളെ നമ്മളെ കണ്ട നല്ലൊരു പള്ളി, പ്രമുഖ പള്ളി അൽവാരിസ്, നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് പുസ്തകമായിട്ട് വിളിച്ച് സംസാരിച്ച് നോക്ക്. അതെ, അവരൊക്കെ വലിയ നമ്മൾ സംഭവിച്ച പള്ളിമാരാ അവരൊക്കെ. അവിടെ അദ്ദേഹത്തെ ചോദ്യങ്ങള് എനിക്കറിയാമല്ലോ. അപ്പൊ ചോദിച്ചു നോക്കി, ഇതൊക്കെ ഇങ്ങനെ എന്താ രീതിയിൽ ഇതിനോട് സമയം പുലർത്തേണ്ടത്? മനസ്സിലായ? നിങ്ങളെ ഒരു ഇസ്ലാമിനെ കരുതിയേക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെ എന്തിനെടുക്കുന്നത്? ഇസ്ലാമിനെ താഴ്ത്താൻ, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയുന്നത് ബദർ യുദ്ധത്തെ വിമർശിച്ചത്, അതൊക്കെ വലിയ തെറ്റാ. കാരണം ഒരു വലിയ സമുദായത്തിന്റെ പ്രവാചകനാണ് നബി. ആ നബിയെ വിമർശിക്കാൻ വേണ്ടി അങ്ങനെ പോകരുത്. നിങ്ങൾ നിരീശ്വരവാദി എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായ മാന്യത കാണിക്കണം. നബി ഒന്നും ഇസ്ലാം വിമർശിക്കാനൊന്നും അധികാരം ആർക്കും ഇല്ല. അത് വലിയൊരു ജനത്തിന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ അത് വേറെ ആളും കൂടി നിങ്ങളോട് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ അയാൾ ക്രിസ്ത്യാനിയാണ് തോന്നുന്നത്, അയാൾ മുസ്ലിമാനെ പറഞ്ഞത് അയാൾ ക്രിസ്ത്യാനിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായിക്കോട്ടെ, അത് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയിരുന്നു. നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, അതെന്താ മറ്റു മാത്രം ആക്ഷേപിക്കരുത്. ഇന്ത്യ ഒരു മലയാള രാജ്യമോ,
എല്ലാ മതങ്ങളും നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞോളേ, പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവില്ല. വ്യക്തമായ തെളിവുണ്ട്, വെളിവോടെ ഞാൻ പറയുന്നത്. അറിയാം നിങ്ങൾ അന്ന് കൊടുത്തപ്പോ യൂട്യൂബിൽ നിന്ന് കേട്ടുമായിരിക്കും. അന്ന് കുറെ ആൾക്കാർ വിമർശിച്ച് സ്കൂളുണ്ടാക്കി എത്ര സ്കൂളിനോ ചോദിച്ചാൽ ഉത്തരവില്ലെന്ന്. എന്താ അന്ന് ഒരു ആ സ്കൂൾ കൺസെപ്റ്റ് സ്കൂൾ പറഞ്ഞ ബിൽഡിംഗ് അല്ല സുഹൃത്തെ. സ്കൂളെന്ന് അങ്ങനെ പഠിപ്പിക്കല്ലേ, ആ ടീച്ചർമാരെ വെക്കല്ലേ, അങ്ങനെ കൺസെപ്റ്റേ ഇല്ല. എന്തുകൊണ്ടില്ല? ഈ ഭാഷ സമുദായം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാഷ സമുദായം ഉള്ളപ്പം ഇതൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ടാ. എന്തുകൊണ്ട് പോസിബിൾ അല്ല? പോസിബിൾ അല്ല. ഭാഷ സമുദായം ഉള്ള ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാൻ ശമ്പളം എടുത്ത് കൊടുക്കും. എന്താ കൊടുത്താലേ? എങ്ങനെ കൊടുക്കും? കുട്ടികളെ പഠിപ്പിക്കാൻ സമാധാനത്തിൽ നിങ്ങൾ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അടിമത്തം ഇപ്പോഴും അനുവദനീയമാണ്. മതത്തിന്റെ നിയമം അനുസരിച്ചും മതത്തിൽ ഇസ്ലാമിൽ അടിമത്തമുണ്ട്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. അത് തെറ്റാണെന്ന് പറയാൻ, അത് തെറ്റാണ് പറയട്ടെ, അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ ഇന്ന് ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനും ലോകാവസാനം വരെ കഴിയൂല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പൊതു അവസ്ഥ. ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനും ഇസ്ലാമിൽ അടിമത്തമില്ല എന്നോ ഇസ്ലാം അടിമത്തം അനുവദിക്കുന്നില്ല എന്നോ കഴിഞ്ഞ കാലത്ത് ഉണ്ടായില്ല എന്നല്ല, ഈ കാലഘട്ടത്തിൽ അടിമത്തം ഹറാമാണെന്നോ പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്രയേറെ മനുഷ്യരാശിയിലെ ഇപ്പൊ 2024 ജീവിക്കുന്ന നമുക്കെങ്കിലും അങ്ങേയറ്റം നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു സംവിധാനം ഖുർആനിൽ ഇന്നും അനുവദനീയമായ നിലയിൽ കിടക്കുന്നു. നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. നാട്ടിൽ അത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ഇസ്ലാമിൽ അനുവദനീയമായ അവസ്ഥയിൽ എല്ലായിടത്തും ജാതി വ്യവസ്ഥകളും അതൊന്നുമല്ല. നമ്മൾ പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാമിനെ കുറിച്ചാണ്. എങ്ങനെ അതിനുള്ള ഈ അൽമസമുദായം എടുക്കുന്നത്? എങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ ആക്ഷേപിക്കണം, തരംതാറ്റി കാണണം. അതിനുവേണ്ടി അൽമസമുദായം എടുക്കുന്നത് അല്ല, വേറൊന്നുമല്ല. മാത്രമേ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടിമ ആണിനും പെണ്ണിനും ഉണ്ടായ കുഞ്ഞ് ഒരിക്കലും ആ യജമാന്റെ അടിമയേ അല്ല. ആരെ വളർത്തിയത് പ്രായപൂർത്തി അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതും യജമാന്റെ ഉത്തരവാദിത്വം. പ്രായപൂർത്തി ആയ ശേഷം അവൻ തീരുമാനിക്കാൻ നിൽക്കണോ വേണ്ടിയെന്ന്. തെളിവ് ഇപ്പൊ തിരക്കാണ്. ഈ അടിമ സമുദായത്തിന് ആവശ്യമില്ലല്ലോ ഇപ്പോഴും. ഒരു അടിമ ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടി, അടിമ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി, അതായത് മാസ്റ്റർക്കല്ലാതെ അടിമ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയിൽ ജനിക്കുന്ന കുട്ടി അത് സ്വതന്ത്രനായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോ തെളിവ് തരും? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും വായുവിലേക്ക് കൂടിയ കാര്യമില്ല. നിങ്ങൾ തെളിവ് തരുമോ? ഇസ്ലാമിൽ നിന്ന് തെളിവ് തരുമോ? ഹദീസിൽ നിന്ന് തെളിവ് തരുമോ? ഹദീസിൽ നിന്ന് തെളിവ് തരുമോ? ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മുട്ടനാടും പെണ്ണാടിനും ഒരു കുട്ടിയുണ്ട്, അത് അടിമയുടെ വകയാ നിങ്ങൾ പറഞ്ഞു, ശരിയാ. പക്ഷെ മുട്ടനാടിനെ കുറിച്ച് ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കാം. ഒരു അടിമയെ കൊന്ന് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? ഒരു അടിമ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി, ഒരു അടിമ സ്ത്രീക്ക് മറ്റൊരു അടിമയിൽ ജനിക്കുന്ന കുട്ടി, അങ്ങനെങ്കിലും എടുക്കാലോ. ഒരു അടിമ സ്ത്രീക്ക് മറ്റൊരു അടിമയിൽ ജനിക്കുന്ന കുട്ടി സ്വതന്ത്രനായിരിക്കോ? അടിമ മാതാവിന്റെ ഉടമയുടെ നിങ്ങൾ തെളിവ് തരും. അതിന് നിങ്ങൾ തെളിവ് വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും പറയാൻ അംഗീകരിച്ചു. തെളിവൊക്കെ തരാൻ വലിയ പാടൊന്നുള്ള കാര്യം. ശരി, അതിനുള്ള തെളിവ് നിങ്ങൾ സഹീഹായ ഹദീസ് നിന്ന് തരും അല്ലെ? സഹീഹ് ഹദീസൊന്നും വേണമെന്നില്ല, അതിനൊന്നും ഇല്ല. സഹീഹ് ഹദീസ് പറയേണ്ട കാര്യമില്ല. കാരണം ആ കാലത്ത് എന്ത് നടന്നാലും തെറ്റായ പക്ഷം. ഞാൻ ചോദിക്കുന്നത് ഒരു അടിമ സ്ത്രീക്ക് ഇസ്ലാമിക വിധി അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു അടിമയ്ക്കും സ്ത്രീക്കും എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് തീരുമാനമുണ്ട് സുഹൃത്തെ. തീരുമാനം ഇല്ല സുഹൃത്തെ, അതുകൊണ്ട് ഇല്ല. ഈ അടിമ സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ തെളിവ് തരൂ. ഈ അപ്രസമായ വിഷയത്തില് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തെളിവ്? തെളിവ് തന്നെ ആ കുഞ്ഞ് യജമാന്റെ വകയല്ല. അത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണ? ആ തെളിവ് തന്നാ മതി. തെളിവെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ ഇപ്പൊ അത് പ്രസക്തമായ വിഷയമാണോ ഭായി? തെളിവ് എടുക്കേണ്ട കാര്യം
ഇപ്പൊ അത് പ്രസക്തമായ വിഷയമാണോ? പണ്ടെങ്കോ നടന്നൊരു ആണ്. കാര്യത്തെപ്പറ്റി ഇപ്പൊ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി എന്തിനായി തെളിവെടുക്കാൻ പോകുന്നത്? അതിനൊക്കെ തെളിവില്ല അനാവശ്യ നിങ്ങളുടെ കാര്യങ്ങൾ കയ്യില്. നിങ്ങളുടെ ഒരു അള്ളാഹല്ലേ മനസ്സിലുള്ള പറഞ്ഞത് ഒരു നിങ്ങൾ ഇസ്ലാം അനാവശ്യ കാര്യങ്ങൾ പറയാണ്. നിർത്തിക്കണോ? നോക്കൂ, ഇത്രയും ദിവസം ഞാൻ ഇത്ര സമയം എടുത്ത് നിങ്ങളോട് സംസാരിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നത് പ്രാമാണികമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലേ അല്ല. നിങ്ങൾ അതിന്റെ പ്രാമാണികത നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പറയുന്നത് എന്തുവാ? നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ആണ്, അല്ലേ നിങ്ങളുടെ ഖുർആൻ ആഗ്രഹ അനാവശ്യ കാര്യം ചിന്തയാണ്. നിർത്തിക്കണത്? ഇത് നിങ്ങൾ അനാവശ്യ ആഗ്രഹ കാര്യം ചിന്തയിൽ നിങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റാണ്. ഇസ്ലാമിൽ അത് അടിമത്തം തന്നെ അന്നുണ്ടായി, കറക്റ്റ്. പറയട്ടെ, അന്നുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മുഹമ്മദ് നബി അടിമത്തത്തിന്റെ ഭാഗമായിരുന്നു നിങ്ങൾക്ക് അറിയാം. മുഹമ്മദ് നബി അടിമത്തത്തിന്റെ ഗുണഭോക്താവായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ആ കാര്യം എല്ലാവരും പറയട്ടെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ ആ കാലഘട്ടത്തിൽ അടിമത്തം തെറ്റല്ലായിരുന്നു എന്ന് നിങ്ങൾ പറയാണ്. ഈ തീർച്ചയായും കാലഘട്ടത്തിൽ അടിമത്തം, പ്രധാനമില്ല. ഒരു മിനിറ്റ്, ഈ കാലഘട്ടത്തിൽ അടിമത്തം ഇല്ല. ഈ കാലഘട്ടത്തിൽ അടിമത്തം നാട്ടിൽ മനുഷ്യരില്ലാതാക്കി. അപ്പൊ അടിമത്തം തെറ്റാണ് നിങ്ങൾ ഇല്ല, സമ്മതിക്കുന്നു. അതേ സമയത്ത് ഇല്ലാതാവും. പറയട്ടെ, അതേ സമയത്ത് അതിന് നിങ്ങൾ പറയുന്ന ന്യായം അത് അള്ളാഹ്ക്ക് അറിയായിരുന്നു മനുഷ്യന്മാരെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു കൊടുത്തപ്പോ അത് ഇല്ലാതായി. എങ്ങനെ ഒരാൾക്ക് ജീവിക്കാനുള്ള സാധ്യത കൂടുതൽ കൂടെ കൊടുത്തു തുടങ്ങി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാം മാറി. എന്താവട്ടെ, ഞാൻ പറഞ്ഞത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞത് അതൊക്കെ മനസ്സിലാക്കിയ ചരിത്രങ്ങളാ. ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണോ അല്ലേ? ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല. അനുമതിയായപ്പോഴും ഇന്ന് അനുമതിയാക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ്, നിങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥത്തിലുള്ളതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള ഇസ്ലാമിലെയും മുഹമ്മദിന്റെയും അടിമത്തവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ആ കാലഘട്ടത്തിൽ തെറ്റല്ലായിരുന്നു എന്ന് ന്യായീകരിക്കാം. ഈ കാലഘട്ടത്തിൽ അതില്ല എന്ന് വാദിക്കുക. അതില്ലാതാകുമെന്ന് അള്ളാഹുവിന് മുന്നേ അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു അത് നിരോധിക്കാതിരുന്നത് എന്ന് ന്യായം കണ്ടെത്തുക. ഒരു മിനിറ്റ്, അടിമത്തവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ തള്ളുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ചില വാദഗതികൾ കൊണ്ടുവന്നല്ലോ. ഫത്തുഹുൽ മുഈൻ ഞാൻ എന്തിനാ എടുക്കാതിരിക്കണം? നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഞാൻ പറയുന്നതിന് ഫത്തുഹുൽ മുഈനെങ്കിലും തെളിവുണ്ട്. നിങ്ങൾ പറയുന്നതിന് എന്താ തെളിവ്? ക്രിസ്ത്യൻ ഇസ്ലാം സംഭവം ഒരു ബുക്ക് ഇറക്കി, അതിനകത്ത് നബിയെ ആക്ഷേപിക്കുന്ന. അപ്പൊ നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. വെറുതെ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയം മെനക്കെടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, ക്യാമറ വരെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് അടിമത്തത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ആൾക്കാരോട് വെറുതെ നമ്മൾ അടിമത്തത്തെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു തെറ്റായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാലത്തോളം നിങ്ങളോട് അടിമത്തത്തെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാ പറഞ്ഞ അവസാനം നിങ്ങൾ സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അള്ളാഹ് അനുവദിച്ചു കൊടുത്താണ് അടിമത്തം. ഇപ്പോഴും അള്ളാഹ് അനുവദിച്ചു കൊടുത്ത ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ ലോകത്ത് വേറെ ഒരു മുസ്ലിമിനും കഴിയില്ല. ഇസ്ലാമിൽ അടിമത്തം ഇപ്പോഴും ഹലാലാണ്, അനുവദനീയമാണ്. അങ്ങനെ നിങ്ങൾ വെച്ചിട്ട് കൊള്ളണ്ട. അത് എങ്ങോട്ട് വെച്ചിട്ടോടെ നിങ്ങളല്ലേ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ? ശരിക്കും ശരിയായ കാര്യം തന്നെ ആ കാലത്ത് അടിമത്തം അനുവദിച്ചത്. ഭാരത സമുദായത്തെ പരിധി ഒരുപാടുണ്ട്. ഈ ഭാരത സമ്പ്രദായം പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരുടെ സമയത്തിന് നമ്മൾ മാനിക്കണ്ടേ? സമയത്തിനും കൂടി നമ്മൾ മാനിക്കണ്ടേ? ഒരു രാജ്യമില്ല. ഒരു അടിമയ്ക്ക് ഒരു പെൺപിള്ളാടുണ്ട് ഒരാൾക്ക്. അതിന് കുട്ടികളുണ്ടായത് അതൊക്കെ അയാളല്ല. പിന്നെ അതിന് അർത്ഥം പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അടിമയെ കൊല്ലാൻ പറ്റുമോ? ഒരാൾക്ക് കൊല്ലാൻ യജമാന്റെ ഉത്തരവാദിത്തം കൊന്നാലെന്ന് ചോദിക്കുമായിരിക്കും. എന്നാ നിങ്ങൾ അതൊന്നുമല്ല, കൊല്ലാനൊന്നും പറ്റില്ല. അടിമയെ കൊന്ന എന്താ സംഭവിക്കുക? അടിമയെ കൊന്ന ഒരാൾ കൊന്നതിന്റെ ശിക്ഷ കിട്ടും, അത്ര. അടിമേനെ കൊന്ന തിരിച്ചു കൊല്ലാൻ പറ്റുമോ? തിരിച്ചു അടിമയെ കൊന്ന ആൾ പിന്നെ ചാടി കൊല്ലുവോ? അടിമയെ കൊന്ന ആൾക്ക് യജമാനെ കൊല്ലുവോ? യജമാനെ കൊല്ലണമെന്ന് അത് എന്താ രീതി കൊല്ലോ? എന്താ നിങ്ങൾ എന്തിനാ നിങ്ങളിപ്പോ ഇടങ്ങാറാവണ പറയും? ഇസ്ലാമിന്റെ നിയമം എന്താ? ഞാൻ ഇടങ്ങാറാവുന്നില്ല. ഒരു യജമാനെ കൊന്നാല് അയാൾ മനുഷ്യനെ കൊന്നതിന് കുറ്റവാദിയാ. എങ്ങനെ? ഒരു എളിമയെ ഒരു യജമാനെ കൊന്നാല് അയാൾ മനുഷ്യജീവൻ കൊന്നതിന് ഉത്തരവാദിയാ. ആ കാരണമുള്ള ശിക്ഷ തീർച്ചയായും പറ്റുകയാണ്. എന്താ കഥ? എന്താ ശിക്ഷ എന്നാ ഞാൻ ചോദിച്ചു ഇസ്ലാമിലെ? തലവെട്ടലായി. തലവെട്ടാൻ വേണം, അത്രയല്ല. സ്വന്തം കീഴിലുള്ള ഒരു അടിമയെ കൊന്നാല് ഉടമസ്ഥൻ അയാളെ തലയും വിട്ടു, യജമാനെ തലയും വിട്ടു. യജമാനെ തലയും വിട്ടു. എപ്പ വെട്ടിന്ന് വെച്ചാൽ മതി. ആരാ വെട്ടാ? വെട്ട ഇസ്ലാമിക ശാസ്ത്രങ്ങളോ ഇസ്ലാമിക നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് പറഞ്ഞുകൂടാതെ ചെയ്യും. എന്ത് ഹദീസ് പറ. നിങ്ങൾ ഹദീസ് എടുക്കുമല്ലോ അല്ലേ? പിന്നെ ഹദീസ് എടുത്താലേ പറ്റൂ, പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം. ഹദീസ് പറഞ്ഞുതരാം. ഒരു സ്ത്രീയെ
സ്വന്തം ഹദീസ് ഒരു നമ്പർ means ഒരു പറ, പുരുഷൻ ഗ്രന്ഥം പറ. ഒരു പുരുഷൻ ആ, ആ. മുഹമ്മദ് നബിയെ കുറിച്ച് മോശം പറഞ്ഞു എന്ന കാരണം പറഞ്ഞിട്ട് ആ, സ്വന്തം മക്കളുടെ മാതാവായിട്ടുള്ള ഒരാളെ കൊന്നു. ആ. ഉം ഹദീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് പറ. ഹദീസൊക്കെ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഹദീസ് ഒന്ന് കേട്ടോളി. ഹദീസ് പറ, ഏത് ഗ്രന്ഥം പറ. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏത് അവസാനം നിങ്ങൾ ഗ്രന്ഥാണ് നിങ്ങൾ 10 എടുക്കും? പറയുമായിരിക്കും. ഏത് അവസാനം ഗ്രന്ഥാണ് നിങ്ങൾ എടുക്കും? നിങ്ങൾ പറയുന്ന ഗ്രന്ഥം നമുക്ക് എടുക്കുന്ന ഗ്രന്ഥമാണെന്ന് നോക്കാം. എടുക്കാൻ പറ്റിയ ഗ്രന്ഥമാണെന്ന് നോക്കാം. ആ ഗ്രന്ഥവും പറയാം, ഹദീസ് നമ്പരും പറയണം. അപ്പൊ നിങ്ങൾ എടുക്കും. എടുക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണെന്ന് നോക്കാം നമുക്ക്. ആ കാലത്തൊക്കെ ഒരുപാട് വൈഫൈ അത് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറെ ആൾക്കാർ വൈഫൈ ഉണ്ടാക്കി. നിങ്ങള് പിന്നെ എന്താ പറയാ, ഈ ലൈഫാണോ സഹിഹാണോ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നത്? ഞാൻ പറഞ്ഞത് ഖുർആന മൂലഗ്രന്ഥം. ഖുർആനായിട്ട് വരുമ്പോൾ നബി തെറ്റെന്ന് പറയുന്നുണ്ട്. നബിയുടെ മാറ്റല്ല സമൂഹത്തിന് അനുഗ്രഹമായിട്ടല്ല അത് ഖുർആൻ പറയുന്നുണ്ട്. ആ ആയത്ത് മാത്രം മതി. നബി ഒരിക്കലും ഒരാളോട് അനുഗ്രഹം കാണിക്കത്തില്ല. തെളിവ്. സുനൻ അബൂദാവൂദ് നിങ്ങൾ എടുക്കോ? അബൂദാവൂദ് എടുക്കോ? സുനൻ അബൂദാവൂദ് അവിടെ തെറ്റൊക്കെ വന്നുകൂടായില്ല. അൽബാനി സഹിഹാണെന്ന് ഗ്രേഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ എടുക്കോ? സഹിഹായ ഹദീസാണ് നിങ്ങൾ എടുക്കോ? സുനൻ അബൂദാവൂദ് 4361 എടുത്തേ നിങ്ങള്. 4361 എന്താ പറയുന്നത്? നിങ്ങൾ എടുത്തോളേ, വായിച്ചോളേ. പറമായി നിങ്ങൾ വായിക്കേ. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ പറമായി എന്തായാലും ആശയം പറ. ഒരു കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു മുഹമ്മദ് നബിന്റെ സഹാബിമാരുടെ കൂട്ടത്തില്. അയാൾക്ക് അയാളുടെ മക്കളുടെ അയാള് കുട്ടികളെ ജനിപ്പിച്ച ഒരു അടിമ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾക്ക് ആ അടിമയില് കുട്ടികൾ ജനിച്ചിട്ടുണ്ടായിരുന്നു. അവർ മുഹമ്മദ് നബിനെ ചീത്ത വിളിക്കുമായിരുന്നു എന്നാണ് കഥ. അദ്ദേഹത്തിന്റെ ഹദീസാണ് പറയണത്. ഹദീസ് വായിച്ചാൽ മതി നിങ്ങൾക്ക്? ഹദീസ് വായിച്ചെന്നാ മതിയോ? ഹദീസ് മലയാളം. ഹദീസിലവിടെ മലയാളം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ വായിക്കണേ? എന്നാ ശരി. എ ബ്ലൈൻഡ് മാൻ ഹാഡ് എ സ്ലേവ് മദർ who used to abuse the prophet and disparage him. He forbade her, but she did not stop. He rebuked her, but she did not give up her habit. One night, she began to slander the prophet and abuse him. So he took a dagger, placed it on her belly, pressed it, and killed her. A child who came between her legs was streamed with the blood that was there. When the morning came, the prophet was informed about it. He assembled the people and said, I adjure by Allah the man who has done this action, and I adjure him by my right to him that he should stand up, jumping over the necks of the people, and trembling the man stood up. He sat before the prophet and said, Messenger of Allah, I am her master. I am her master. She used to abuse you and disparage you. I forbade her, but she did not stop. And I rebuked her, but she did not abandon. ഹദീസ് വായിക്കല്ലേ? അല്ല, ഹദീസ് വായിച്ചു. അത് ഇനി കണ്ടിന്യൂ ആണ്. Abandon her habit. I have 2 sons like pearls from her, and she was my companion. Last night she began to abuse and disparage you. So I took a dagger, put it on her belly, and passed it till I killed her. Thereupon the prophet said, Oh, be witness. No retaliation is payable for her blood. എന്തിന്റെ അർത്ഥം എന്താ? നബിയുടെ ഉത്തരവ് എന്താ? കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോ അവരെ ആക്ഷേപിച്ചു, അതുകൊണ്ട് അവരെ കൊന്നു. ശരിയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. അവരുടെ ബ്ലഡ് അനുവദനീയമാണ്, അല്ലെങ്കിൽ അതിന് പ്രതിക്രിയയില്ല. സഹിയാണോ? സഹിയാണ്. സുനൻ അബൂദാവൂദ് 4361 അതിന്റെ ഇത് നോക്കണം. പ്രവാചകനെ ആക്ഷേപിക്കുന്ന ഒരിക്കലും പാടാത്ത കാര്യമാണ്. പ്രവാചകനെ ആക്ഷേപിച്ചാൽ കൊല്ലാല്ലേ? കൊല്ലാന്ന് പറയുന്നത് പ്രവാചകനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തെറ്റാ. അതാണ് റസൂൽ, അതാണ് പ്രവാചകന. അടിമസ്ത്രീനെ കൊല്ലാം കുഴപ്പമില്ല. അല്ല, അടിമസ്ത്രീ കൊല്ലാന്നില്ല. പ്രവാചകൻ ഞാൻ അയാളുടെ മാസ്റ്റർ ആണെന്ന് പറയണത് എന്തിനാ? നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വിധി അറിയോ? ഇസ്ലാമിന്റെ വിധി അറിയോ? അടിമയെ കൊന്നതിന് പകരമായിട്ട് ഉടമയെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല, ഇസ്ലാമിന്റെ വിധിയാണ്, കർമ്മശാസ്ത്ര വിധിയാണ്.
കർമ്മശാസ്ത്രം നിങ്ങൾ കർമ്മശാസ്ത്രം എത്ര പോകുന്ന എനിക്കറിയാം. കർമ്മശാസ്ത്രം കൊണ്ടുവരും നിങ്ങള്. കർമ്മശാസ്ത്രം നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കറിയാം. പിന്നെ എന്താണ് സുഹൃത്തെ ഇസ്ലാമിന്റെ വിധികൾ അതിന് പറയുന്ന പേരാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞ പിന്നെന്താ? കർമ്മശാസ്ത്രം എഴുതിയിരിക്കുക. പിന്നെന്താണ്? അല്ല പിന്നെ എവിടുന്നാണ് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ, നിക്കാഹ് എങ്ങനെയാണ് നടക്കേണ്ടത്, തൊലാഖ് എങ്ങനെയാണ് നടക്കേണ്ടത്, ഒരു കള്ളനെ കൈവട്ടണം എന്നൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അത് ഖുർആനും ഹദീസിൽ വരുന്നതാണ്. ഖുർആനും ഹദീസിലുള്ളത് മാത്രമാണ് ഇസ്ലാം? ഇതല്ല, വേറെ ഇസ്ലാമിലുണ്ടോ? ഇസ്ലാം ഈസ് ഖുർആൻ പ്ലസ് ഹദീസ്, ഇത്രേ ഉള്ളൂ. അതിന്ന് എടുത്തിട്ട് ഇതിനെയൊക്കെ അപ്പ നോക്കുകയാണോ ചെയ്യുക, അതൊക്കെ ഇതിനകത്തൊക്കെ എല്ലാം ക്രോഡീകരിച്ച് എഴുതി വെക്കുവോ? എഴുതി വെച്ച് അത് നോക്കി അതിനോട് നീതിപുരത്ത ഉത്തരം ചെയ്യണം, ഉത്തരം എഴുതണം. നീതിപുരത്തിക്കൊണ്ട് തന്നെ അതിന്റെ നിയമവസ്തുക്കൾ എഴുതി വെക്കണം. പലരും പല താല്പര്യം എഴുതി വെച്ചാൽ കഥയാവത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഹദീസ് നോക്കണമെന്ന്. സുഹൃത്തെ, ഒരു സ്വതന്ത്രനായിട്ടുള്ള മനുഷ്യനെ കൊന്നതിനെ പകരമാണ് പിന്നെ ഒരു അടിമ സ്ത്രീയെ കൊല്ലാൻ പാടില്ല, ഒരു അടിമയെ കൊല്ലാൻ പാടില്ല. സോറി, അടിമയെ കൊന്നതിന് പകരമായിട്ട് ഒരു സ്വതന്ത്രനെ കൊല്ലാൻ പാടില്ല. ഒരു അടിമയെ കൊന്നതിന് പകരമായിട്ട് സ്വതന്ത്രനെ കൊല്ലാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ഇസ്ലാമിലുള്ളതാണ്. ഇസ്ലാമില്ല. എന്നാ ഒരു അടിമയെ കൊന്നതിനുള്ള ശിക്ഷ എന്താണ് നിങ്ങൾ പറയും? എന്തിനാണ് ശിക്ഷ നമ്മൾ നോക്കുന്നത്? ആ കാലഘട്ടം വിട്ടില്ലേ ഭായി. വെറുതെ നമ്മള് എന്റെ സമയം കളത്തിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് പണിയുണ്ട്. എന്റെ സമയം കളഞ്ഞിട്ട് കാര്യം നിങ്ങൾ പറഞ്ഞാൽ പലരും ഉത്തരം എനിക്ക് പറയാണ്ടല്ലേ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് എന്തോ ഡാറ്റ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഡാറ്റ ഇല്ല. നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാണ്. ബാർട്ടർ സമുദായം ഉണ്ടായതാണ്. അതിൽ കാര്യമില്ല. അത് കേട്ടോണ്ടിരിക്കുന്ന അനുവാദം ഇല്ലെന്നോ സ്റ്റാറ്റസ് ഇല്ലെന്നോ ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണെന്ന് തന്നെ ഞാനും പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുവദനീയമാണ്. ഈ കാലത്തൊന്നും പാടില്ല. ഈ കാലഘട്ടത്തിൽ അടിമത്തം പാടില്ല എന്നുള്ളതിന്റെ തെളിവ് തരും. ഇത് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അവനെ അടിമയാക്കാൻ പാടില്ല. അത് പറഞ്ഞാൽ മതി. സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിവുള്ള മനുഷ്യരെ അടിമയാക്കാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവ് വന്നാൽ മതി. തെളിവ് പറയൂ. ഞാൻ ചോദിക്കുമ്പോ ഞാൻ പറയുന്നതൊക്കെ തെളിവ് വരുന്നുണ്ട്. തെളിവ് പറയൂ സുഹൃത്തെ. ഇസ്ലാമിൽ തെളിവ് പറയേണ്ട കാര്യമില്ല. അത് തന്നെ തെളിവില്ല. അതുകൊണ്ടാണ് വെറുതെ എന്നെ സമയം എടുക്കരുത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം. ശരി, അപ്പൊ തെളിവ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വിളിക്കേ. ഒന്നിനും തെളിവില്ല. ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയിൽ ജനിക്കുന്ന കുഞ്ഞ് അടിമയായിരിക്കും എന്നതിന് തെളിവ് ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന വാദത്തിന് ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്ന ഒരു വാദത്തിനും തെളിവ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്നതിന് തെളിവ് തന്നാൽ നിങ്ങൾക്ക് ആ തെളിവ് സ്വീകരിക്കാനും പറ്റില്ല. ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. ശരി, എന്നാല് നമുക്ക് ഈ വിഷയം ഒരു മണിക്കൂറായി. ബദർ യുദ്ധം നിങ്ങൾക്ക് വേറെ സംസാരിക്കാൻ നിങ്ങൾ വിളിച്ചോളി, വേറെ ദിവസം വിളിക്കാം. ശരി, ഓക്കെ. ഹലോ.